അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നാളെ ഫിഖ്ഹാണ് പരീക്ഷ. ഫിഖ്ഹിൽ എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, എഴുത്തിക്കാഫ് എന്നാൽ എന്ത്? അതെല്ലാ വർഷവും ചോദിക്കുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തിക്കാഫ്. അതാണ് എൻ്റെ ഉത്തരം. അതെല്ലാവരും പഠിക്കുക. നിസ്കാരത്തിൻ്റെ തുമഅനീനത്തേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തിക്കാഫ്. അതുപോലെ ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്ന് ഒരു 2 എഴുതുക അല്ലെങ്കിൽ 3 എഴുതുക എന്ന ചോദ്യവും ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു 3 നിങ്ങൾ പഠിച്ചു വെക്കുക. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, വലിയ പെരുന്നാൾ രാവ് പകുതിയായതിനു ശേഷം അല്പസമയമാണെങ്കിൽ മുസ്ദലിഫയിൽ രാപ്പാർക്കുക, അയ്യാമു തശ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാപ്പാർക്കുക, ജംറകൾ കല്ലെറിയുക. അതിൽ എളുപ്പമുള്ള പഠിച്ചാൽ മതി. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക, ജംറകളിൽ കല്ലെറിയുക എന്നൊക്കെ പറഞ്ഞ് ചെറുത് ഒരു 3 നിങ്ങൾ പഠിച്ചു വെക്കുക. അതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അടുത്തത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 5 ഒട്ടകത്തിൻ്റെ സക്കാത്ത് എത്ര? 5 ഒട്ടകത്തിൻ്റെ സക്കാത്ത് എത്രയാണ് എന്ന് അധിക വർഷവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ സക്കാത്ത് 5 ആകുന്നു. അതിൽ ഒരു ആട് കൊടുക്കൽ വാജിബാണ്. അപ്പം 5 ഒട്ടകത്തിൻ്റെ സക്കാത്ത് ഒരു ആട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക, നിർബന്ധമായും പഠിച്ചു വെക്കുക. അടുത്ത പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യമാണ് ഖിറാൻ എന്നാൽ എന്ത്? അധിക വർഷം വരുന്ന ചോദ്യമാണ് ഖിറാൻ എന്നാൽ എന്ത്? ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാൻ ചെയ്തു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക. ഇതിനാണ് ഖിറാൻ എന്ന് പറയുന്നത്. ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാൻ ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക. ഇതിനാണ് എന്ത് പറയുന്നത്? ഖിറാൻ എന്ന് പറയുന്നത്. അടുത്തത് മുഖഫഫായ നജസ് എന്നാൽ എന്ത്? അധിക വർഷം ചോദിച്ചാണ്. ആ ചോദ്യം ആവർത്തിച്ചു വരുന്നുണ്ട്. എന്താണ് മുഖഫഫായ നജസ്? 2 വയസ്സ് പൂർത്തിയാകാത്ത, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം. 3 പോയിന്റ്. എങ്ങനെ? 2 വയസ്സ് പൂർത്തിയാവാത്തായിരിക്കണം, പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്തതായിരിക്കണം. അങ്ങനത്തെ ആൺകുട്ടികളുടെ മൂത്രത്തിനാണ് മുഖഫഫായ നജസ് എന്ന് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾ മുഗല്ലദ് എന്താണ് എന്നും അതുപോലെ മുത്തവസിത്ത് എന്താണെന്നും അതിൻ്റെ കൂടെ പഠിക്കുക. മുഗല്ലദ് എന്ന് പറഞ്ഞാൽ എന്താ? നായ, പന്നി എന്നിവയിൽ നിന്ന് ജന്മമെടുത്ത ഇവക്കാണ് മുഗല്ലദായ നജസ് എന്ന് പറയുക. മുഖഫഫ് എന്തായാലും പഠിക്കുക, ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. ഇനി മറ്റൊന്ന് അർത്ഥം എഴുതാൻ വരുന്ന ഒരുപാട് തവണ വന്ന ചോദ്യമാണ് മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഹജ്ജ് ചെയ്തു പക്ഷെ അവൻ എന്നെ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ അവൻ എന്നോട് പിണങ്ങിയവനാണ്, തീർച്ചയായും അവൻ എന്നോട് പിണങ്ങിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആ ഹദീസിൻ്റെ അർത്ഥം എഴുതാൻ ഒരുപാട് തവണ വന്നിരുന്നു. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഒരു തവണ അത് പൂരിപ്പിക്കാനും വന്നിട്ടുണ്ട്, ഒരു തവണ അത് തെറ്റ് തിരുത്താനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസ് നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കുക. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് കാണാതെ പഠിക്കണം. അത് പൂരിപ്പിക്കാനും വന്നിട്ടുണ്ട്, അർത്ഥം എഴുതാനും വന്നിട്ടുണ്ട്. അഹബ്ബു ഇബാദി ഇലയ്യ അഅ്ജലുഹും ഫിത്റ. എൻ്റെ അടിമകളിൽ എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ അവരിൽ നിന്ന് ഏറ്റവും ഉളരി പെട്ടെന്ന് നോമ്പ് മുറിക്കുന്നവനാണ്, നോമ്പ് തുറക്കുന്നവനാണ് എൻ്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ. അതുപോലെ ഹജ്ജിൻ്റെ വാജിബാത്ത്, അതുപോലെ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ഈ പറഞ്ഞ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ നല്ലോണം നോക്കുക, ഒരിക്കലും വിട്ടുപോകരുത്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.